ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ദുബായ് വാട്ടർ കനാലിലോട്ട് ഫിഷിങ്ങിനായിട്ട് പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഷ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ശബാങ്ക് ഏകദേശം ആ ഒരു ടൈം ആയപ്പോഴേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുള്ളത് ദുബായ് വാട്ടർ കനാൽ ജദ്ദാഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ പോയ സമയത്ത് വെള്ളം നല്ല ഹൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ സൈഡിൽ ഇറക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെയറും അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പായ കൊണ്ടുപോയിരുന്നു. പിന്നെ കുട്ടികൾ ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് പുതപ്പ്, തലയണ, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും എടുത്തായിരുന്നു. പിന്നെ കുറച്ച് സമയം നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ സ്റ്റൗ എടുത്തിട്ടുണ്ടായിരുന്നേ, കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കാനും പിന്നെ ഓംലേറ്റ് അടിക്കാനും കോഴിമുട്ടയും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അര വളർത്തിയിട്ട് എറിയുന്നുണ്ട്. ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഇര നമ്മൾ ക്ലാമ്പ്, അതുപോലെ ചെമ്മീൻ, കൂന്തളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എറിഞ്ഞിട്ട് ഈ ചൂണ്ടയുടെ തലക്കിൽ ഒരു മണി ക്ലിപ്പ് ചെയ്തിട്ട് വെക്കും. അങ്ങനെ ഫിഷ് വന്നിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള ഇര ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ നന്നായിട്ട് കിലുങ്ങും. അപ്പോഴാണ് നമ്മൾ അത് വലിക്കുക. നമ്മൾ ഫസ്റ്റ് എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചൂണ്ടയിൽ ഫിഷ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിട്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ ഫിഷ് അടിച്ചതെന്ന് പറഞ്ഞിട്ട് ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര വൈബാട്ടോ. ഫിഷ് പിടിക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫിഷ് കാറ്റ് ഫിഷ്, ഏട്ടാന്നൊക്കെ പറയും ആ ഫിഷ്. ഈ ഫിഷിന് നന്നായിട്ട് ഇങ്ങനെ മുള്ളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കയ്യിൽ കൊണ്ടിട്ട് നല്ല കടച്ചിലാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇന്ന് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത ചൂണ്ടയിൽ ഇങ്ങനെ സൗണ്ട് വന്നപ്പോൾ പോയി നോക്കിയപ്പോൾ അതിലും ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഏട്ട തന്നെ ആയിരുന്നു കേട്ടോ. അന്ന് ഫുള്ള് ഏട്ട തന്നെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ ടൈമിലും ഓരോ ഫിഷ് തന്നെ ആവും. നെഹ്റൂർ എന്ന് പറഞ്ഞിട്ടൊരു ഫിഷും കിട്ടാറുണ്ട്. അപ്പോൾ അത് അടിക്കുകയാണെങ്കിൽ അന്ന് അധികം അത് തന്നെ കിട്ടുക. അപ്പോൾ അന്ന് ഫുള്ള് ഏട്ട തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫിഷ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം പോകുന്നത് അറിയേയില്ല. അങ്ങനെ ഓരോ സമയം വെച്ചിട്ട് ഫിഷ് അടിക്കണതും പിന്നെ ഈ ഒരു കനാലിലൂടെ ബോട്ട് യാച്ച എന്നൊക്കെ പറയാം. അതിൽ ബർത്ത്ഡേ ഫംഗ്ഷനുകളൊക്കെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോപ്കോണ്, കുറച്ച് കടല, അങ്ങനെയെല്ലാം കൊണ്ടുപോയായിരുന്നു. മക്കളിങ്ങനെ അവിടെ നടക്കുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവറായിട്ട് പോര്, അതാ നെക്സ്റ്റ് ആയിട്ടാ. ഒക്കെ സെയിം വലിപ്പമാണല്ലേ.
അന്ന് ഫുള്ള് ഏട്ടന്നെ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ എറിയുന്ന ആ ഒരു സമയം തന്നെ വന്നിട്ട് കൊത്തുന്നുണ്ട്. അവിടെ ഫുള്ള് ഏട്ടന്നെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ കൊണ്ടുപോയാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചോളും. പിന്നെ അവർക്കൊന്ന് പുറത്തിറങ്ങലോ ഇല്ല, നമ്മൾ ഈ റൂമിൽ തന്നെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ചടപ്പാണ്. ഫിഷിങ്ങിന് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ആൾക്ക്. രണ്ടുപേരും തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് സ്റ്റൗ. ചെറിയ സ്റ്റൗ ആണ്. നമുക്ക് കൊണ്ട് നടക്കാനും അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുക്ക് ചെയ്യാനും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സ്റ്റൗ ആണ്. ഇങ്ങനെ ഒരു ഗ്യാസിൻ്റെ കുറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒക്കെ എനിക്ക് സെറ്റ് ചെയ്തിട്ടൊക്കെ തന്ന്. നമ്മളാദ്യം കോഫിയൊക്കെ കുക്ക് ചെയ്ത്, പിന്നെ ഇക്കണ്ട ഫ്രണ്ട്സുകളൊക്കെ വന്നിരുന്നു. അവർ ചൂണ്ടയിടാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അവർ നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ അവരെത്തി. കോഫി വാങ്ങും. താങ്ക് യു. അപ്പോൾ അവന് കോഫി കുടിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. പറഞ്ഞിട്ട് തീരുന്നില്ല. ആൾ പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ അത് കണ്ടപ്പോൾ മാസിയും കൂടെ പറയുന്നുണ്ട്. പിന്നെ ഫിഷൊക്കെ ഒരുവിധം കുറേ എണ്ണ കിട്ടി കേട്ടോ. പിന്നെ അതിന് ശേഷം മക്കൾ അമ്മച്ചി ബോക്സിൽ പാട്ടിട്ടതാന്ന് പറഞ്ഞിട്ട് പാട്ട് എടുപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഭയങ്കര ഡാൻസായിരുന്നു.
ഈ ഒരു ഫിഷിനെ പിടിച്ച സമയത്ത് ഇത് നന്നായിട്ട് ഇങ്ങനെ പെടയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്നെ മുള്ളെപ്പോഴോ ഒന്ന് കൊണ്ടിട്ടുണ്ടായിരുന്നു, ചെറിയ വിരലിൻ്റെ ആ ഒരു ഏരിയയിൽ. അപ്പോൾ അത് കുത്തുന്ന സമയത്ത് നമുക്കത് അറിയൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കടച്ചിൽ വരിക. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഫിഷിൻ്റെ ഇതിലുള്ള ബ്ലഡാണെന്ന്. അപ്പോൾ നോക്കിയപ്പോഴാണ് കൈ മുറിഞ്ഞത് കണ്ടത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കടച്ചിലായിരുന്നു. പിന്നെ അതങ്ങ് മാറിയിട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്ന് അപ്പോൾ അവർ 3 പേരും കൂടെ ചൂണ്ടലിടലൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ഓംലേറ്റ് അടിക്കുക, എന്നിട്ട് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉള്ളി അതുപോലെ മുളകും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി. പിന്നെ കുബൂസും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് കടലക്കറിയും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആംപ്ലേറ്റൊക്കെ സെറ്റായി ശേഷം കട ഫ്രണ്ട്സുകൾക്ക് 2 പേർക്കും അവർക്ക് പ്ലേറ്റിലാക്കിയിട്ട് കൊടുത്ത്. പിന്നെ മക്കൾ അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും ഇക്കയും കൂടെ കഴിച്ചു. മാസി ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്ക് അവൻ ഉറങ്ങി. വണ്ടി നമ്മളടുത്ത് തന്നെ ആയതുകൊണ്ട് പതുപ്പൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് അവന് കിടന്നുറങ്ങി. ഹംദാന് പിന്നെ ഉറക്കമൊന്നും വരില്ല. അവനിങ്ങനെ ഇവിടെ ഫ്രണ്ട്സുകളെ കൂടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടും ഫിഷിനെ കിട്ടിയതും നോക്കി അങ്ങനെ നടക്കുന്നുണ്ട്. സമയം 1 മണി ആയപ്പോഴും അവനിങ്ങനെ നടക്കന്നെ. നമ്മളെപ്പോഴാണ് ഉറങ്ങണേ അപ്പോഴേ അവൻ ഉറങ്ങും. അതിന് എത്ര സമയമാണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലും അവനിരുന്നോളും. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു വരൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 2 മണി ആവാറായിട്ടുണ്ട് നമ്മളവിടെ നിന്ന് പോകുന്ന സമയത്ത്. പിന്നെ വന്ന് ഇക്ക പറഞ്ഞ് നമുക്കിപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇക്കയുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ ചൂണ്ടയിടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പിറ്റേന്ന് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടോ, നമുക്കിത് കുക്ക് ചെയ്തിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാടൻ ഫുഡാക്കുക, മറ്റേത് ബിരിയാണി ഇങ്ങനെയൊക്കെ അല്ലേ കഴിക്കുക. അപ്പോൾ അങ്ങനെ നാടൻ ഫുഡാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് വരട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ.
അപ്പോൾ ഏട്ട വരട്ടിയത് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ആദ്യം മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തക്കാളി സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ പാനിലിട്ടിട്ട് പിന്നെ അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷനിലാണ്. ഗരം മസാല കുറച്ച് ഒരു 1/4 ടീസ്പൂണ് ആഡ് ചെയ്തിരുന്നു. പിന്നെ ഉപ്പ് പാകത്തിനിട്ട് കൊടുക്കുക. അപ്പോൾ പൊടികൾ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്തിരുന്നു. എന്നിട്ട് ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഇങ്ങനെ ഉടച്ചെടുക്കുന്ന രൂപത്തിൽ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു ഫിഷ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാൻ അവസാനം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്സ് ചെയ്ത സമയത്ത് ഒരു വലിയൊരു കളർ തോന്നിയില്ല. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഒന്ന് പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടും വേണം. പിന്നെ ഫിഷും അതുപോലെ നമ്മൾ തക്കാളി എല്ലാം കുക്കായിട്ട് വരണം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിന് മുകളിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് നമ്മളെ വരട്ടിയതിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഏട്ട വരട്ടിയത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇക്കടെ ഫ്രണ്ട്സ് വന്നേക്ക് ചോറും അതുപോലെ നല്ല തേങ്ങ വറുത്തരച്ചിട്ടുണ്ടായിരുന്ന സാമ്പാറും പിന്നെ നമ്മൾ ഏട്ട വരട്ടിയതും അതുപോലെ പച്ചക്കായ തോരനും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം പൊരിച്ചതും അച്ചാറും മുമ്പ് ഇട്ടായിരുന്നു നമ്മളെ ഉണക്കച്ചെമ്മീൻ അച്ചാർ. അപ്പോൾ അതും പിന്നെ സാലഡും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് അന്ന് ഉച്ചയ്ക്ക് ഒരു നാടൻ ഫുഡ് സെറ്റാക്കി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഓൾ.